പുതിയതായിട്ട് ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ മാനുഫാക്ചറിങ് ചെയ്യാൻ നേരത്ത് എൻ്റെ മെഷീനറി ആയാലും സേഫ്റ്റി റിക്വയർമെൻറ്റിനും അല്ലാതെ ഫുഡ് സേഫ്റ്റിക്കും പിന്നെ ലാബ് വെക്കാനും ഒക്കെ ആയിട്ട് എല്ലാം, പിന്നെ പാക്കിംഗ് മെറ്റീരിയൽ, അങ്ങനെ A to Z സാധനങ്ങൾ ചെയ്യാൻ വേണ്ടി ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അതിനകത്ത് ഈ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് മാർക്കറ്റിംഗ് കറക്റ്റ് ആയില്ലെങ്കിൽ ഭയങ്കര ഫ്ലോപ്പ് ആയിരിക്കും. വെൽക്കം ടു ഈസി എക്സ്പോർട്സ്. ഇന്ന് ഈസി എക്സ്പോർട്സ് ഉള്ളത് സ്വന്തം ബ്രാൻഡിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഞങ്ങളെ സമീപിക്കുകയുണ്ടായി. അങ്ങനെ സ്വന്തം ബ്രാൻഡിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പലരും ഒരുപാട് കമ്പനികളെ സമീപിക്കുകയും അവരൊക്കെ വലിയ ക്വാണ്ടിറ്റിയാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ ചെറിയ ക്വാണ്ടിറ്റി സ്വന്തം ബ്രാൻഡിലോ അല്ലാതെയോ ചെയ്യാൻ പറ്റുന്ന, അത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കമ്പനിയെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ സ്ഥാപകനായ നജീബ് ഖായെ പരിചയപ്പെടുത്താം. നജീബ് ഖാ ഇതാണ് നമ്മൾ പറഞ്ഞ കോസ്മോസ് ഫുഡ് പ്രോഡക്ട്സിൻ്റെ ഫൗണ്ടറും സ്ഥാപകനുമായ നജീബ് ഖാ. നജീബ് ഖാ, നിങ്ങളെപ്പറ്റിയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്ലാന്റ് സന്ദർശിക്കാനും കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുമായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ പ്രോസസ്സിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് വിശദീകരിച്ചാലേ വളരെ നന്നായിരിക്കും. ഇത് ഞങ്ങൾ 2000-ലാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. 2000-ൽ? ഓ, അത്രയും പഴക്കമുണ്ട്. അത്രയും പഴക്കം. അപ്പോൾ 2000 സമയം എൻ്റെ ഫാദർ ഫുഡ് സ്റ്റഫ് ബിസിനസ്സിൽ വർഷങ്ങളോളം പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ പാരമ്പര്യമായിട്ട് നിങ്ങൾ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടു. ഓക്കെ ഓക്കെ ഓക്കെ. 2000-ൽ നമ്മൾ, അന്ന് ഞാൻ വിദേശത്തായിരുന്നു. അപ്പോൾ നാട്ടിൽ വന്നൊരു സംരംഭം തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തിലാണ്. ഇപ്പോൾ സാധാരണ ഇപ്പോഴുള്ള പ്രവാസികൾക്കുള്ള പോലെ തന്നെയുള്ള ആഗ്രഹം, വിദേശത്ത് നിന്ന് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും തുടങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങൾക്ക് പാരമ്പര്യം ഉള്ളതുകൊണ്ട് ഇതേ ബിസിനസ്സിലേക്ക് തന്നെ കയറാൻ പറ്റി. ഓക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ തുടങ്ങി വെച്ചപ്പോൾ അന്ന് എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ്റെ മകനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അവർക്ക് വേറെ ബിസിനസ്സുകളുണ്ട് ഇതിൻ്റെ തന്നെ. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു 5 വർഷമായിട്ട് പൂർണ്ണമായിട്ട് ഞാൻ തന്നെയാണ് നോക്കി നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഇവിടെ പിന്നെ അരിപ്പൊടി, പുട്ടുപൊടി, റവ, മൈദ, നമ്മൾ അരിപ്പൊടി, സ്റ്റീം പുട്ടുപൊടി, റവ റോസ്റ്റിങ്, അച്ചാറുകൾ, പിന്നെ മസാലകൾ, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 50 ഐറ്റംസോളം. ഇത് നിങ്ങൾ വിദേശത്തേക്കും ഡൊമസ്റ്റിക്കും എല്ലാം ചെയ്യുന്നുണ്ട്? എല്ലാം ചെയ്യുന്നുണ്ട്. വിദേശത്ത് നമുക്ക് നമ്മുടെ ബ്രാൻഡ് തന്നെ പോകുന്നുണ്ട്. കൂടാതെ മറ്റ് പല കമ്പനികൾക്കും നമ്മൾ ചെയ്തു കൊടുക്കും. ഏകദേശം എത്ര രാജ്യത്തേക്ക് വിട്ടിട്ടുണ്ടാവും? ഏതാണ്ട് ഒരു 30-32 രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഈ പ്രോഡക്റ്റുകൾ പോകുന്നുണ്ട്. കൂടാതെ മറ്റേ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പിന്നെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും. അല്ല, നമുക്കെന്നാ പ്ലാന്റ് ഒന്ന് കണ്ട് എങ്ങനെയാണെന്നൊന്ന് അറിഞ്ഞാലോ? പ്ലാന്റിലേക്ക് കയറുമ്പോൾ തൊപ്പിയൊക്കെ വെച്ചേ കയറാവുള്ളൂ എന്നുള്ള നിർബന്ധമുണ്ട്. എന്തായാലും ഒരു ഫുഡ് ഇൻഡസ്ട്രിയുടെ എല്ലാ നോംസും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ഈ കാര്യങ്ങൾ നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്കൊക്കെ ഒരുപാട് വർഷത്തെ പാരമ്പര്യമുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ അരിയും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ റോ മെറ്റീരിയൽസൊക്കെ എങ്ങനെ ഇവിടെ ഈ സൈഡിൽ വരും? അരിയുമെല്ലാം നമ്മൾ എടുക്കുന്ന കർണാടക, ആന്ധ്ര, തമിഴ്നാടുകളിൽ നിന്ന് എടുക്കുകയാണ്. അങ്ങനെ റോ മെറ്റീരിയൽസ് വന്നിട്ട് ഇങ്ങനെ നിങ്ങൾ ഇവിടെ ലോഡ് ചെയ്യും. നമ്മളത് അരി വാഷ് ചെയ്ത് നമ്മൾ ഹാമർ മില്ലിൽ അത് പൊടിച്ച് നമ്മൾ റോസ്റ്റ് ചെയ്യണം. റോസ്റ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്യണം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് 5 അപ്പപ്പൊടി 5 കിലോൻ്റെ കിറ്റ് ഇറക്കിയത് ഞങ്ങളാണ്. എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് 5 കിലോയുടെ അപ്പപ്പൊടിയുടെ കിറ്റ് ഇറക്കിയത് ഈ കോസ്മോസ് ഫുഡ് പ്രോഡക്ട്സ് എന്ന കമ്പനിയാണ്, ബ്രാൻഡിലാണ്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഈ മറ്റേ റോ മെറ്റീരിയൽസ് ഇങ്ങനെ വന്നിരിക്കും അല്ലേ? ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇരുത്തിട്ട് അപ്പോൾ ഇത് വരുമ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാനൊക്കെ ആളുണ്ട്. അവര് മറ്റേ ഇതൊക്കെ. അപ്പോൾ ഇന്ന് കുറച്ച് ആളുകൾ കുറവാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവിടെ റോ മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇതിനിപ്പോൾ നിങ്ങൾക്ക് പുട്ടുപൊടി, അരിപ്പൊടി അല്ലെങ്കിൽ മറ്റു റവ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഏതാ റോ മെറ്റീരിയൽ വെച്ചാൽ അത് ഇവിടുന്ന് എടുത്തിട്ട് അടുത്ത സ്റ്റേജ് എന്താ ഇതിനകത്ത്? അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് വാഷ് ചെയ്യും. ഇതിനകത്ത് വാഷ് ചെയ്യും അല്ലേ? ഓക്കെ 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 ഓക്കെ. ഇതിനകത്തിട്ട് വാഷ് ചെയ്ത് റെഡിയാക്കി കഴിച്ചിട്ട് വീണ്ടും ഇതിൽ നിന്ന് അടുത്ത പാത്രത്തിലേക്ക് ഇടും. നമ്മൾ സ്റ്റീം പുട്ടുപൊടി ഉണ്ടാക്കാനായിട്ട് സ്റ്റീമറാണ് ഇരിക്കുന്നത്. ഓക്കെ 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 ഓക്കെ. അല്ല, അപ്പോൾ ഇതിനകത്ത് അരി കൊണ്ടുവന്ന് ഇതിനകത്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ എടുത്തിട്ട് വീണ്ടും സ്റ്റീം ചെയ്യാണ്. അപ്പോൾ ഈ സ്റ്റീം പുട്ടുപൊടി എന്ന് എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റീം പുട്ടുപൊടി ഉണ്ടാക്കുന്ന വെച്ചാൽ അരി കൊണ്ടുവന്ന് വാഷ് ചെയ്ത് കറക്റ്റ് ആക്കിയതിന് ശേഷം അതിനെ വീണ്ടും ഒരു സ്റ്റീമർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ സ്റ്റീമറിലേക്ക് ഇട്ട് സ്റ്റീം ചെയ്തിട്ടാണ് പിന്നെ അത് പൊടിക്കാനായിട്ട് പോകുന്നത്. ഓ, വെരി ഗുഡ് വെരി ഗുഡ്. ഇവിടെ ഏകദേശം എത്ര തൊഴിലാളികളുണ്ട്? ഇവിടെ ഇപ്പോൾ
ഇപ്പോൾ നമ്മളുടെ ജയിലിൽ 28 തൊഴിലാളികളുണ്ട്. ഏകദേശം 40-48 വരെ. ഓക്കെ. ചില സമയത്ത് 48 50 വരെയൊക്കെ ആവും ഇതിന്. അപ്പൊ ഇങ്ങനെ ഓരോന്നിന്റെ പ്രോസസ് അങ്ങനെയാണ്. സീസൺ ഒന്ന് അല്പം കുറഞ്ഞു. ഓക്കെ. അടുത്ത മാസം വീണ്ടും ലെവേഴ്സ് കൂടും. എന്നിട്ട് ഇതിനെങ്ങനെ സ്റ്റീം ഇങ്ങനെ ഇതിനകത്തിട്ട് കഴിച്ചിട്ട് വീണ്ടും കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് മെഷീനിൽ പൊടിക്കും. ഓക്കെ. ഇതിനകത്തിട്ട് പൊടിക്കും. സ്റ്റീമിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പൊടിക്കുന്ന ഏരിയ ആണ് അല്ലേ? ഓക്കെ. ഈ മെഷീനിലിട്ട് പൊടിച്ചിട്ട് ഇതാണ് പൊടിക്കുന്ന മെഷീൻ. അപ്പൊ അതിനകത്ത് സ്റ്റീമിങ് കഴിഞ്ഞാൽ അല്ലാതെയും ഈ മെഷീനിലിട്ട് പൊടിച്ചിട്ട് ആ പൊടി ഇങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്യും അല്ലേ? നമ്മളവിടെ റോസ്റ്റ് ചെയ്യും. പൊടി ചെയ്തതിന് ശേഷം അപ്പോൾ ഈ മെഷീനിലിട്ട് പൊടിച്ചതിന് ശേഷം ഇത് പിന്നെ റോസ്റ്റിങ്ങിലേക്ക് പോകും. റോസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് റോസ്റ്റേഴ്സ് ആണ് അല്ലേ? ഓക്കെ. ഇവിടെ ഒരുപാട് റോസ്റ്റേഴ്സ് നിരന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ 24 hours വർക്ക് ചെയ്തു. ഇതിനകത്ത് ഈ വിറകിട്ടാണ് കത്തിക്കുന്നത്. അതെ, വിറകിട്ട്. പലരും പറയുന്നു ഇങ്ങനെ വിറകിട്ട് കത്തിച്ച പല ഐറ്റംസ് ഈവൻ സ്നാക്സ് ആണെങ്കിൽ പോലും ഇതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് അത് സത്യം തന്നെയാണ് അല്ലേ? സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റീമറിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വീണ്ടും നമ്മൾ ഇതിലേക്ക് തന്നെ. ഓക്കെ. നമ്മൾ ഇടയ്ക്കൊന്ന് പരീക്ഷിച്ചിട്ട് വീണ്ടും ഇത് വിറകൊക്കെ വെച്ച് കത്തി ആ ടേസ്റ്റ് നിലനിർത്താൻ വേണ്ടിയും ആ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയും ഇവർ വീണ്ടും വിറക് തന്നെയാണ് കത്തിക്കുന്നത്. ഇവർക്ക് ഏകദേശം ഒരുപാട് റോസ്റ്റേഴ്സ് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഒരേ സമയത്ത് ഒരുപാട് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. ഒരു 10 ടൺ ഒക്കെ ചെയ്യാൻ പറ്റും. 10 ടൺ വരെ നമുക്ക് പെർ ഡേ ചെയ്യാം. ഓക്കെ. ഒരു ദിവസം മിനിമം 10 ടണ്ണെങ്കിലും ചെയ്യാൻ പറ്റും. 10 ടൺ മിനിമം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതുപോലെ റോസ്റ്റേഴ്സിൽ ഇങ്ങനെ കണ്ടിന്യൂസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റോസ്റ്റ് അല്ലാത്ത സാധനമാണെങ്കിലോ? റോസ്റ്റ് അല്ലാത്ത നമ്മൾ പാക്ക് ചെയ്യുന്നു. റോസ്റ്റ് അല്ലാത്ത സാധനം പാക്ക് ചെയ്യും. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് വിടും. അത് മെഷീനാണ്. തരിയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് ഇതിനകത്തിട്ട് ഫിൽറ്റർ വൈബ്രേറ്റർ ആണ്. ഫിൽറ്റർ ഇതിനകത്ത് എന്തെങ്കിലും കരടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ തരികളെല്ലാം മാറ്റും. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഇത് ഫിൽറ്ററാണ്, ഇത് വൈബ്രേറ്റർ ആണ്. ഇതിനകത്തിട്ടിട്ട് ഫിൽറ്റർ ചെയ്ത് എന്തെങ്കിലും തരിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് പക്ക റിമൂവ് ചെയ്യും. അതിനുശേഷം ഇതുപോലെ പാത്രത്തിലാക്കിയിട്ട് ഇത് ഇങ്ങനെയുള്ളൊരു ഹോപ്പറിൽ കൊണ്ടുവരും. ഓക്കെ. അപ്പോൾ ഈ റോസ്റ്റ് ചെയ്ത സാധനവും അല്ലാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിലും ഇതുപോലെ ഫിൽറ്റർ ചെയ്തതിന് ശേഷം നേരെ ഇവിടെ ഒരു ഹോപ്പറിൽ കൊണ്ടുപോയി ഇടും. ഈ ഹോപ്പറിൽ നിന്ന് ഇതിനകത്ത് പാക്കിംഗ് മെഷീനിലേക്ക് കൊണ്ടുവരും അല്ലേ? ഇതാണ് ഇവിടുത്തെ പാക്കിംഗ് മെഷീൻ. അതായത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്തുനിന്ന് സക്ഷൻ ചെയ്തിട്ട് ക്വാണ്ടിറ്റി നിങ്ങൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? പലർക്കും പല ക്വാണ്ടിറ്റിയാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ബണ്ടിലാക്കിയിട്ട് അതിന് ഇതുപോലെ ഒരു ബണ്ടിൽ ഇത്ര പാക്കറ്റ് എന്നുള്ള കണക്കുണ്ട് അല്ലേ? ആ കണക്കിൽ ഇത് ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്കാണ്. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ കാർട്ടണിൽ പാക്ക് ചെയ്യും. ഇത് ഈ ഇവിടെ ഇരിക്കുന്നതൊക്കെ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ അത് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ആകുമ്പോൾ എക്സ്പോർട്ടേഴ്സിൻ്റെ ആവശ്യപ്രകാരം അതിനെ പ്രത്യേക കാർട്ടൺ പാക്കറ്റ് ആക്കിയിട്ട് ഒരു പാക്കറ്റിൽ ഇത്ര ഗ്രാം അല്ലെങ്കിൽ ഇത്ര പാക്കറ്റ് എന്നുള്ള രീതിയിൽ പാക്ക് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡൊമസ്റ്റിക്കും കൊടുക്കുന്നുണ്ട്, ഓൾ ഇന്ത്യ കൊടുക്കുന്നുണ്ട്, ഇന്റർനാഷണൽ മാർക്കറ്റിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഏകദേശം ഒരു 10-20 കൺട്രിയിലേക്ക് ഇവർ നേരിട്ടും അല്ലാതെയും സാധനങ്ങൾ അയച്ചിട്ടുണ്ട്. അത് തന്നെ നിങ്ങളുടെ വലിയൊരു നല്ലൊരു മാർക്ക് തന്നെയാണ് കോസ്മോസ് ഫുഡ് പ്രോഡക്ട്സിന് അല്ലേ? അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഐറ്റംസ് കൂടാതെ ഇത് തന്നെ നിങ്ങൾക്ക് 10-60 ഐറ്റംസ് ഉണ്ട്. ഇത് കൂടാതെ നിങ്ങൾ പിക്കിൾ ഉണ്ടാക്കുന്നുണ്ട്, അച്ചാർ. ഈ അച്ചാർ എന്തൊക്കെ ടൈപ്പ് അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്? നാരങ്ങ, മാങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി. നാരങ്ങ, മാങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പുളിയിഞ്ചി മിക്സഡ്, വൈറ്റ് ലെമൺ. അത് എത്ര നാളെ ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? അതിപ്പോൾ ഒരു 6 വർഷത്തോളമായി. അതും നിങ്ങൾ എക്സ്പോർട്ട് അതും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UK, അയർലൻഡൊക്കെ പോകുന്നുണ്ട്. ശരിക്കും നമ്മളിവിടെ വന്ന് വളരെ നല്ല കാര്യം തന്നെയാണ്. കാരണം എക്സ്പോർട്ട് ചെയ്യാൻ അവരുടെ ബ്രാൻഡിലോ അല്ലെങ്കിൽ മറ്റു ഇവരുടെ ബ്രാൻഡിലോ, അതായത് ഈ കമ്പനിയുടെ ബ്രാൻഡിലും വേണ്ടി ചെയ്യാം. ഈ കമ്പനിയുടെ ബ്രാൻഡിൻ്റെ പേരെന്താ? ഗസൽ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഈ കമ്പനിയുടെ. കൂടാതെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ബ്രാൻഡിൽ ചെറിയ ക്വാണ്ടിറ്റിയോ വലിയ ക്വാണ്ടിറ്റിയോ ഈ പറഞ്ഞ ഐറ്റംസൊക്കെ ഈ കോസ്മോസ് ഫുഡ് പ്രോഡക്ട്സ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അതിന് ഒരുപാട് പേർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവരുടെ എല്ലാ പ്രോഡക്റ്റും പരീക്ഷണം കഴിഞ്ഞേക്കണം. കാരണം മിക്കവാറും രാജ്യങ്ങളിലേക്ക് ഇത് പോയി അവിടെ ആളുകൾ ഉപയോഗിച്ചിരിക്കുന്നതാണ്, ഗുണനിലവാരം ഉറപ്പുവരുത്തിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ശരിക്കും എക്സ്പോർട്ട് രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവർക്ക് ഇതൊരു നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റൂലേ? ആര് വന്നാലും നിങ്ങൾക്ക് ഏത് ക്വാണ്ടിറ്റി ആയാലും അവരുടെ പേരിലായാലും ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈസി എക്സ്പോർട്സിനും സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെയൊരു പ്ലാന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതിൽ. നമുക്ക് ഇവരുടെ പിക്കിൾ പ്രൊഡക്ഷനിലേക്ക് ജസ്റ്റ് നമുക്കൊന്ന് കാണാം. അതുകൊണ്ട് കണ്ടിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം.
അപ്പോൾ ഈ കോസ്മോസ് ഫുഡ് പ്രോഡക്ട്സിൻ്റെ മറ്റൊരു ഐറ്റമാണ് പിക്കിൾസ് ഉണ്ടാക്കുന്ന ഏരിയയാണിത്. പിക്കിൾസും ഇവർ കഴിഞ്ഞ 6 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്, അതും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് വീണ്ടും ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഇവർ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഈ പിക്കിൾസ് ഉണ്ടാക്കുന്ന ഇതെന്താ സാധനം? പിക്കിൾസിൻ്റെ ഇത് ബ്ലെൻഡ് ചെയ്യണത്, അതായത് ഈ സാധനങ്ങളൊക്കെ ഇട്ട് മുളക് പൊടി എന്തൊക്കെയാണോ അതൊക്കെ ഇട്ട് റെസിപ്പിയൊക്കെ ഇട്ടിട്ട് ശരിക്കും ബ്ലെൻഡ് ചെയ്യും അല്ലേ? അപ്പോൾ ഇത് ഒരു മോട്ടറൈസർ ആയതുകൊണ്ട് ശരിക്കും നമ്മൾ കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്നതൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ആവും. അപ്പോൾ ഇതിനകത്ത് ബ്ലെൻഡ് ആയി കഴിഞ്ഞിട്ട് ഇതിനെ നിങ്ങൾ ടിൽറ്റ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കും അല്ലേ? ഇങ്ങനെ ഈ പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെയുള്ള ഇതിനകത്തിട്ടിട്ട് അടച്ചിട്ട് തിരിച്ചിവിടെ കൊണ്ടുവരും അല്ലേ? ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇതിന് ആളുകളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇതേപോലെ ചെറിയ ബോട്ടിലാക്കിയിട്ട് ചെറുത് വലുത് 200 തൊട്ട് നമ്മൾ 5 കിലോ വരെ 5 കിലോ വരെയുള്ള പിക്കിൾസ് ഉണ്ട്. അപ്പോൾ 5 കിലോ ഒക്കെ നിങ്ങൾ എങ്ങനെ പാക്ക് ചെയ്യുന്ന? മറ്റേ വലിയ ബാഗിലും പാക്കറ്റിലേക്കാണ് അല്ലേ? അതായത് കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് പിക്കിൾസ് എങ്ങനെ വേണമെങ്കിലും പാക്ക് ചെയ്യും. അതായത് 200 ഗ്രാം മുതൽ 5 കിലോ വരെയുള്ള ബൾക്ക് പാക്കിംഗ് വരെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതും സീൽഡാക്കി ചെയ്യുന്നുണ്ട്. ഇതുപോലെ വലിയ ബോട്ടിലും ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇത് മറ്റേ ഹോട്ടലിലേക്കും വലിയ റെസ്റ്റോറൻറ്റുകളിലേക്കൊക്കെ ആവശ്യമുണ്ട്. അവരിങ്ങനെ പാക്ക് ചെയ്യും, ഇത്രയും ചെറിയ പാക്കറ്റാക്കിയും ഇവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു ഡിമാൻഡ് ഉണ്ട്, നല്ല ഡിമാൻഡ് ഈ പിക്കിളിനുണ്ട്. അപ്പോൾ ഈ മെഷീൻ ഇതിൻ്റെയൊക്കെ എന്താണ്? ഇത് സീൽ ചെയ്യുന്ന മെഷീനാണോ? സീൽ ചെയ്യുന്ന മെഷീൻ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് വെയിറ്റ് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യും. ഇത് പാസ് ചെയ്യുമ്പോൾ സീലായി വരും. ഓക്കെ. ഇതേപോലെ ഫുൾ സീൽഡ് ആക്കി ലീക്ക് പ്രൂഫ് ആക്കിയിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത്. അതിനുള്ള മെഷീനാണ് അല്ലേ? ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പുറത്ത് വന്നിട്ട് പിന്നെ നിങ്ങൾ ഇതേപോലെ ചെറിയ കാർട്ടണിലാക്കി പാക്ക് ചെയ്യും. ഓക്കെ. ഇതുപോലെ പാസ് ചെയ്ത് സീലിലാക്കി പിന്നെ രണ്ടാമത് നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കുന്ന ഒരു ലാബ് ടെസ്റ്റ് ഉണ്ട്. ഒരു ക്വാളിറ്റി നോക്കാൻ ഒരു പ്രത്യേക ആളുണ്ട്. അത് തന്നെയാണ് ശരിക്കും ഫുഡ് പ്രോഡക്റ്റിൽ വേണ്ട കാര്യങ്ങൾ. കാരണം ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് പ്രിയോറിറ്റി. അപ്പോൾ അത് ഞങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വിത്തൗട്ട് കോംപ്രമൈസിങ് ക്വാളിറ്റി കോസ്മോസ് ഫുഡ് പ്രോഡക്ട്സ് ചെറുതും വലുതുമായ എല്ലാ ക്വാണ്ടിറ്റിയും ആളുകൾക്ക് കൊടുക്കാൻ സന്നദ്ധരാണ്. ഒരുപാട് പേര് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ കാരണം ഒരു പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്നവർക്കൊക്കെ ഭയങ്കര ഉപകാരമാണ് നിങ്ങളുടെ ഈ സപ്പോർട്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുമാതിരി എല്ലാ ഐറ്റംസും, അതായത് 60ഓളം ഐറ്റംസ് നിങ്ങൾ ഇവിടുന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാത്ത ചില ഐറ്റംസ് ഏതെങ്കിലും പാർട്ടിക്ക് ആവശ്യം ചെയ്തു കൊടുക്കാവുന്നതാണ്. വെരി ഗുഡ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷനിൽ ഇപ്പോൾ നെജിബ്ക ഇതിൻ്റെ ഒരു ഫൗണ്ടറാണ്. മുമ്പ് മുതൽ ഇങ്ങനെ ഇതൊക്കെ നോക്കി എത്തുന്നു. പക്ഷേ കമ്പനി ഇങ്ങനെ വലുതായി വരുമ്പോൾ നെജിബ്ക്കാരെ കൊണ്ട് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വേറെ 1-2 പേരും ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഓപ്പറേഷണൽ കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഇതിനകത്ത് പല ഈ ഇമ്പോർട്ട് എക്സ്പോർട്ടിലൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ചെറുപ്പക്കാരനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കാലത്തിനനുസരിച്ച് കമ്പനി മാറ്റുന്നുണ്ടെന്ന് അറിയാം. എങ്കിലും നമുക്ക് അപ്പോൾ അദ്ദേഹത്തിനോട് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മറ്റു പാർട്ടികളൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് മീറ്റ് ചെയ്താലോ? നമുക്ക് കാണാം ഇപ്പോൾ പുതിയ തലമുറകൾക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ കമ്പനിയുടെ വളർച്ച പുതിയ തലമുറയിലൂടെ തന്നെ വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ കോസ്മോസ് ഫുഡ് പ്രോഡക്റ്റ് പുതിയ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ ഓപ്പറേഷണൽ മാറ്റേഴ്സ് ഇടപെട്ട് നിൽക്കുന്ന സൈഫുദ്ദീനെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മൾ പറഞ്ഞ സൈഫുദ്ദീൻ. നമ്മുടെ നജീബ്ക പറഞ്ഞല്ലോ, ഫൗണ്ടറായ നജീബ്ക പറഞ്ഞു ഇപ്പോൾ പുതിയ തലമുറയ്ക്ക് പുള്ളി ഈ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മരുമകൻ കൂടിയായ സൈഫുദ്ദീൻ. ഇദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ഇമ്പോർട്ട് എക്സ്പോർട്ട് രംഗത്ത് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹമാണ് കുറേ നാളുകളായിട്ട് ഇതിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷനിലെ മുഴുവൻ ചാർജും. അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് ഇതിൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ചും ഇതിൻ്റെ ഭാവി പരിപാടികളെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. വെൽക്കം ടു സൈഫുദ്ദീൻ ഈസി എക്സ്പോർട്സ്. ഓക്കെ, താങ്കളിപ്പോൾ ഇതിൻ്റെ പുതിയൊരു ചാർജൊക്കെ ഏറ്റെടുത്ത് ഒരു 3-4 വർഷമായിട്ട് കമ്പനിയെ നല്ല നിലയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കേട്ടല്ലോ. താങ്കളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ ശരിക്കും പറഞ്ഞാൽ? ആക്ച്വലി ഞാൻ ഇലക്ട്രോണിക്സ് ഫീൽഡിലായിരുന്നു. അതിൻ്റെ സെയിൽസിൽ ആയിരുന്നു. പിന്നെ ഗസലിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ എങ്ങനെയാണ് ഇവിടുത്തെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് പോകുന്നത്? നമ്മൾ ആക്ച്വലി ഡെയിലി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ പ്രൊഡക്ട്സും അതേപോലെ തന്നെ പല കമ്പനികളുടെ പ്രൊഡക്ട്സും ആയിട്ട് എക്സ്പോർട്ടിങ്ങും പിന്നെ അതേപോലെ തന്നെ ഡൊമസ്റ്റിക് സെയിൽസും നടക്കുന്നുണ്ട്. നമുക്ക് ഡൊമസ്റ്റിക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, അതുകൂടാതെ നമ്മുടെ വാൻ സെയിൽസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ എക്സ്പോർട്ടിങ് ഒരു 16ഓളം രാജ്യങ്ങളിലേക്ക് കുറച്ച് പേരൊക്കെ പറഞ്ഞു.
കുറച്ച് അപ്പപ്പൊടി ഉണ്ട്, പത്തിരിപ്പൊടി, അപ്പപ്പൊടി, പത്തിരിപ്പൊടി, റോസ്റ്റഡ് റവ, പിന്നെ അച്ചാറുകൾ നമുക്ക് ഒരു 9 ടൈപ്പ് അച്ചാറുകളുണ്ട്, പിന്നെ ബിരിയാണി കിറ്റ്. അല്ല, ഇപ്പൊ ഏതൊരു കമ്പനിക്കും കുറെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും അതിനകത്ത് കുറച്ച് പ്രോഡക്റ്റ് കീ ആയിട്ട് നിൽക്കുന്ന പ്രൊജക്ട് മെയിൻ ആയിട്ട് പോകുന്നത് അപ്പപ്പൊടി ആൻഡ് ഇത് റോസ്റ്റഡ് റവ, പിന്നെ റോസ്റ്റഡ് റവ, അപ്പപ്പൊടി, സ്റ്റീം പുട്ടുപൊടി. സ്റ്റീം പുട്ടുപൊടിയൊക്കെ എല്ലാ ദിവസവും മിക്കവാറും വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളുടെ കീ പ്രോഡക്റ്റ്. ഏതാണ്ട് 60ഓളം പ്രോഡക്റ്റ് ഉണ്ടെന്നാണ് ഇപ്പൊ പറഞ്ഞത്. അതിപ്പോഴും നടന്നു പോകുന്നു അല്ലേ? ഓക്കെ, ഇതിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ എങ്ങനെയാ ഇത് കൈകാര്യം ചെയ്യുന്നത്? നമ്മൾ ആക്ച്വലി എന്തായാലും ബെസ്റ്റ് ക്വാളിറ്റി ആണ് മാർക്കറ്റിലേക്ക് കൊടുക്കുന്നത്. പിന്നെ കസ്റ്റമർ ഫീഡ്ബാക്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട്. പിന്നെ അതിനനുസരിച്ച് നമ്മളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ട ഭാഗത്ത് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾ റോ മെറ്റീരിയൽ വാങ്ങുന്ന സമയം ശ്രദ്ധിക്കണം. ഇപ്പൊ അപ്പപ്പൊടി എടുക്കണമെങ്കിൽ തന്നെ നല്ല അരി വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പശ കാര്യങ്ങളൊക്കെ വന്നിട്ട് സ്റ്റിക്കി ആയിരിക്കും. അപ്പൊ അവിടെ മുതൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് നല്ലൊരു പ്രോഡക്റ്റ് ഔട്ട്കം കിട്ടുള്ളൂ. പല സ്ഥലത്തും കേട്ടിട്ടുണ്ട് ഞാൻ, ഈ അപ്പപ്പൊടിയൊക്കെ പശ കൂടുതൽ അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ ഇടിയപ്പം ഉണ്ടാക്കാനോ പത്തിരി ഉണ്ടാക്കാനോ ഈ പശ ഇത് വന്നു കഴിഞ്ഞാൽ അത് അത്ര ഇതുണ്ടാവും, ക്വാളിറ്റിയിലുണ്ടാവില്ല. അപ്പൊ ഇത് ഇടിയപ്പം ആയാലും പത്തിരി ആയാലും ടേസ്റ്റി ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മള് റോ മെറ്റീരിയൽ തന്നെ ബെസ്റ്റ് ക്വാളിറ്റി റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ വരുമ്പോഴാണെങ്കിലും പ്രൊഡക്ഷന്റെ സമയത്തൊക്കെ ആണെങ്കിലും ഓരോ സ്റ്റേജിലും നിങ്ങൾ ചെക്ക് ചെയ്യാനൊക്കെ ആളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന് ഇവിടെ ഒരു ലാബൊക്കെ ഉണ്ട്, ലാബിനൊരു ലാബ് ചെക്ക് ചെയ്യാൻ നമ്മൾ എല്ലാ ബാച്ചും ഈ പ്രൊഡക്ഷൻ എടുക്കുന്ന എല്ലാ ബാച്ചും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് പുറത്തേക്ക്. അതിന്റെ അകത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഹോൾഡ് ചെയ്യും, ആ ബാച്ച് ഹോൾഡ് ചെയ്തിട്ട് വേറെ പ്രൊഡക്ട്സ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അപ്പപ്പൊടി ആണെങ്കിലും റവ ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഒരു സാമ്പിൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് പ്രോഡക്ട്സ് റോ മെറ്റീരിയൽ എടുക്കുന്നത് തന്നെ. ഓക്കെ, അതായത് നിങ്ങളിപ്പോ റോ മെറ്റീരിയൽ കൊണ്ടുവരുമ്പോൾ അതിനകത്തൊരു സാമ്പിൾ പ്രൊഡക്ഷൻ നടത്തിട്ട് അതിനെ ടെസ്റ്റ് ചെയ്യും. മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് നിങ്ങൾ അത് പ്രൊഡക്ഷനിലേക്ക് പോകുക. ഓക്കെ, അതിനുശേഷം ഇത് നിങ്ങൾ എഗെയിൻസ്റ്റ് ഓർഡർ ആണോ ചെയ്യുന്നത് അതോ മേക്ക് ടു സ്റ്റോക്ക് ആണോ ചെയ്യുന്നത്? അല്ല, മെയിൻ ആയിട്ട് നമ്മൾ എഗെയിൻസ്റ്റ് ഓർഡർ ആണ് കൂടുതലും ചെയ്യുന്നത്. ഫ്രഷ് ആയിട്ടുള്ള സ്റ്റോക്ക് കൊടുക്കാൻ പറ്റും, ചെയ്തു വെക്കാറില്ല. ഇപ്പൊ കേരളത്തിൽ നിന്ന് പല സ്ഥലങ്ങളിൽ പല ജില്ലയിൽ നിന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ട ഞങ്ങൾ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തോട്ടെ, അവർക്ക് ബിസിനസ് രംഗത്തെ കടന്നു വരാൻ, അപ്പൊ അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റും. എന്നുവെച്ചാൽ ചില സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ ചോദിച്ചതിന് ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അല്ലാത്ത വേക്കന്റ് ആയിട്ടുള്ള ഏരിയകളിൽ നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾ ഇനി അടുത്ത നിങ്ങളുടെ എക്സ്പാൻഷൻ പരിപാടി എന്താ? ഈ ഇയറിലെ നമ്മളുടെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഇത് ഇൻഫ്രാസ്ട്രക്ചർ ഒന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള. അപ്പൊ അതിനുള്ള നമ്മള് ലാൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ അതിനെ ഇപ്പൊ മെഷീനറീസും കാര്യങ്ങളൊക്കെ നമ്മൾ റീസെന്റ് പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ ഫുള്ളി നല്ല ഡെവലപ്മെന്റുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വർഷം തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ എക്സ്പോർട്ട് രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കോസ്മോസ് ഫുഡ് പ്രോഡക്റ്റ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവിടുത്തെ തൊഴിലാളികളും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങളുടെ വർക്കും നിങ്ങളുടെ എൻവയോൺമെന്റ് ഒക്കെ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. വെരി ഗുഡ്, വെരി ഗുഡ്. കാരണം തീർച്ചയായിട്ടും ഫുഡ് ഇൻഡസ്ട്രിയിൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ വളരെ ഹാപ്പി എൻവയോൺമെന്റിൽ ജോലി ചെയ്താൽ മാത്രമേ ആ പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ, ആ പ്രോഡക്റ്റ് ഡെലിവേർഡ് ചെയ്യുന്ന ക്വാളിറ്റി ലെവലിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ നോക്കിയിട്ട് ഇവിടെ വളരെ നല്ല സാഹചര്യവും വളരെ നല്ല അന്തരീക്ഷം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ കോസ്മോസ് ഫുഡ് പ്രോഡക്റ്റിനെ സമീപിച്ച് ഇവരുടെ ബ്രാൻഡ് നെയിമായ ഗസൽ എന്ന പ്രോഡക്റ്റുകളും കൂടാതെ നമുക്ക് സ്വന്തമായിട്ട് ചെറിയ നമ്മുടെ ബ്രാൻഡിൽ വേണമെങ്കിലും ഇത് പാക്ക് ചെയ്ത് തരുന്നതാണ്. ഒരുപാട് നല്ല കമ്പനികൾക്ക് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ കോസ്മോസ് ഫുഡ് പ്രോഡക്റ്റ് ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെയുള്ള യങ്സ്റ്റേഴ്സ് ഇങ്ങനെയുള്ള ഫീൽഡിലേക്ക് വരികയും ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകട്ടെ എന്നുകൂടി ഞങ്ങൾ ആശംസിച്ചുകൊണ്ട് ഫുഡ് ഇൻഡസ്ട്രി രംഗത്തേക്ക് കടന്നു വരുന്നവർക്ക് ഈസി എക്സ്പോർട്സിലൂടെ ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന നല്ലൊരു കമ്പനി തന്നെയാണ് ഇത്. ഞങ്ങളെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, സ്ഥിരമായിട്ട് കാണുക, കമൻറ്റ് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഞങ്ങൾക്ക് നെഗറ്റീവ് കമൻസ് ആണ് ആവശ്യം. കാരണം നിങ്ങൾക്ക് ഏത് ഏരിയയിലാണോ ഇൻഫർമേഷൻ ആവശ്യമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ നന്ദി നിങ്ങളുടെ കമ്പനിയിൽ വരുവാനും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിച്ചതിൽ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.